എല്ലാ ഭാഗങ്ങളിലും ആന പറഞ്ഞ സ്ഥലങ്ങളാണ്. എല്ലാ ഭാഗങ്ങളിലും ആന പോണ വഴിയിൽ മനുഷ്യൻ പോകില്ല. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. ആനയും പുലിയും കാട്ടുപോത്തുമൊക്കെ വിലസുന്ന കാട്ടിലൂടെ 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് കാടിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. ഇതാണ് തിരുവനന്തപുരത്തെ വാഴവന്തോൾ വാട്ടർഫോൾസ്. വിതുര പൊന്മുടി റൂട്ടിൽ ബോണക്കാടിനടുത്താണ് അധികം ആരും അറിയപ്പെടാത്ത ഈ വെള്ളച്ചാട്ടം. സോ വെൽക്കം ബാക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ബോണക്കാട് പോകുന്ന റൂട്ടിൽ 46 കിലോമീറ്റർ അകലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിലെ കാണിത്തരം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര ചെയ്യാനായിട്ട്. പാസ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് നമുക്ക് ബൈക്കിൽ പോകാനായിട്ട് സാധിക്കും. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോറസ്റ്റിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ മാത്രമേ നമ്മളെ ട്രക്കിങ്ങിനായിട്ട് അനുവദിക്കുകയുള്ളൂ. 5 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 1000 രൂപയാണ് ട്രക്കിംഗ് ചാർജ്. എക്സ്ട്രാ വരുന്ന ഓരോ ആൾക്കാർക്കും 200 രൂപ കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫോറസ്റ്റുകാർ നമ്മുടെ പാസ് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഗൈഡ് ഉൾപ്പെടെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ഈ യാത്രയിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിന് ഫോറസ്റ്റുകാർ യാതൊരുവിധ ഉത്തരവാദിയുമായിരിക്കില്ല എന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ കാട്ടിലേക്ക് നമ്മളെ കയറ്റി വിടുന്നത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഏകദേശം 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് പോകുവാനായിട്ട് നിലവിൽ അനുമതിയുണ്ട്. എന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ആദ്യത്തെ 3 കിലോമീറ്റർ കഴിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഇവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചും കാടിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വാതോരാതെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇദ്ദേഹം ത്രൂ ഔട്ട് കാടിനെ പറ്റിയും മൃഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്ന ക്ഷീണം അറിഞ്ഞതേയില്ല. ട്രക്കിംഗ് തുടങ്ങി ആദ്യത്തെ കുറേ ദൂരം ഇതുപോലത്തെ യൂക്കാലിറ്റസ് മരങ്ങളുടെ ഇടയിലൂടെയായിരുന്നു യാത്ര. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒരെണ്ണമാണ് ഇത്. പൊന്മുടി യാത്രയൊക്കെ പോകുന്നവർക്ക് രാവിലെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പൊന്മുടിക്ക് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. എന്നാൽ കാട്ടിലൂടെ ഒരുപാട് ദൂരം നടക്കേണ്ടതുകൊണ്ടും മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ടും അധികം ആൾക്കാർ ഈ ട്രക്കിംഗ് ചൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അധികം ആൾത്തിരക്കൊന്നുമില്ലാതെ കാടിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതുവഴി സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാവുന്നതാണ്. അവിടുന്ന് 2.5 കിലോമീറ്റർ കിടക്കമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 3/4 കിലോമീറ്റർ വന്നിരിക്കുകയാണ്. വന്ന് ഇനി 1.5 കിലോമീറ്റർ കൂടെ 2.5 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഈ പോണ വഴി ഈ എല്ലാ ഭാഗങ്ങളിലും ആന പറഞ്ഞ സ്ഥലങ്ങളാണ്. എല്ലാ ഭാഗങ്ങളിലും ആന പോണ വഴിയിൽ മനുഷ്യൻ പോകില്ല. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആന കാര്യം പറയാതെ ഇരിക്കുന്നത്. പിന്നെ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വഴി ശ്രദ്ധിക്കാൻ പോകണം. ചവിട്ടുപാട് കണ്ടാണ് നമ്മൾ പിന്നെ ഓരോന്നിനെയും ഓരോ മൃഗത്തിനെയും ചവിട്ടുപാട് കണ്ടാൽ അറിയാം, നമുക്ക് അറിയാം. അത് ഏറ്റവും ഫ്രണ്ടിൽ പോണവരെല്ലാം നോക്കിയാണ് പോണത്. ഗൈഡ് മുമ്പ് പോയതിനു ശേഷം മറ്റുള്ളവരെ വിടുന്നുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് കൂടാതെ തന്നെ ഈ പോകുന്ന വഴിയിൽ ഓരോ 250 മീറ്ററിലും ഓരോ ഗാർഡുമാരെ ഇവർ നിർത്തിയിട്ടുണ്ട്. ഈ വനത്തിൽ ഇതുപോലെ ഒരുപാട് റെയറായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. നമ്മൾ യാത്രയിൽ ഉടനീളം ഈ അരുവിയുടെ സൈഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ മുഖം കഴുകാനോ കുടിക്കുവാനോ ഒക്കെ ഈ വെള്ളം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല ക്ലിയർ വെള്ളമാണ് ഈ കാട്ടിലൂടെ ഒഴുകി വരുന്നത്. ആദ്യമൊക്കെ നല്ല ഈസി ആയിട്ട് പോകുന്ന ട്രക്കിങ് മുന്നോട്ട് പോകുന്തോറും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ട് വരുന്നുണ്ട്. കുറേ ചെല്ലുമ്പം ഇതുപോലത്തെ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു ടെറൈൻ വരുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ കയറി പോകുവാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പാറയിൽ വഴുക്കലുള്ളത് കൊണ്ടും മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് ഞങ്ങളിതിലെ നടന്നു പോയത്. ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഓരോ തവണയും ഈ അരുവിയിലിറങ്ങി മുഖം കഴുകി ഒന്ന് റിഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ കൈയും മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ച് അരുവിയുടെ സൗണ്ടൊക്കെ കേട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു.
മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലെയുള്ള ഗുഹയ്ക്കകത്തോടെയൊക്കെ കയറി വേണമായിരുന്നു പോകുവാനായിട്ട്. പോകുന്ന വഴിയിലൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളായതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് ഒട്ടും മടുപ്പ് തോന്നിയില്ല. അങ്ങനെ 3 കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാഗത്തിലെത്തിയിരിക്കുകയാണ്. കാടിനുള്ളിലൂടെ 3 തട്ടായിട്ട് ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിൻ്റെ 3ാമത്തെ തട്ട് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് ഒഴുകുന്നത്. അങ്ങോട്ടേക്കുള്ള പ്രവേശനമൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പണ്ട് ഒരു സ്റ്റുഡൻറ്റ് അവിടെ നിന്ന് താഴേക്ക് വീണ് മരിച്ചതിന് ശേഷമാണ് അങ്ങോട്ടുള്ള ട്രക്കിംഗ് ഒക്കെ നിരോധിച്ചത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഒരിക്കലും അതിൻ്റെ അടുത്തോട്ട് പോകാൻ നിൽക്കരുത്. നല്ല രീതിയിൽ വഴുക്കലുള്ള പാറയായതിനാൽ കാല് കുത്തിയാൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. കാടിനുള്ളിലെ അപൂർവമായ ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകി വരുന്ന ഈ വെള്ളത്തിന് പല അസുഖങ്ങളെയും മാറ്റുവാനുള്ള കഴിവുണ്ടെന്ന് ഇവിടുത്തെ ട്രൈബൽസ് വിശ്വസിക്കുന്നു. കുറേ നേരം വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കണ്ടതിന് ശേഷം അത്യാവശ്യം റിസ്ക് ഒക്കെ എടുത്ത് വളരെ കെയർഫുള്ളായിട്ട് ഈ പാറയിലൂടെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കി. ഇവിടെ ഒരു വള്ളി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത് വളരെയധികം റിസ്ക്കാണ്. കാല് കുത്തിയാൽ തന്നെ വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാറ കിടക്കുന്നത്. ഈ വെള്ളച്ചാട്ടവും കാടിൻ്റെ ആംബിയൻസൊക്കെ കാണുമ്പോൾ ഇതിൽ ഇറങ്ങി കുളിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അതിന് പറ്റിയ സേഫായിട്ടുള്ള സ്ഥലമൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.